ഹലോ ഗൈസ്, ജീസസ് വ്ളോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് സാറിന് നമ്മളെല്ലാ ദിവസവും രാവിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് നമ്മൾ 2 ദിവസമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഉണ്ടൂസിന് സുഖമില്ല. അപ്പോൾ അവൾക്ക് തീരെ സുഖമില്ലാത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ അവളെ നമ്മളവിടെ കൂടുന്നതാണ് വീഡിയോസ് എടുക്കാനൊക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ മാത്രം വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഉണ്ടൂസ് വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ രാവിലെ പോയി റവറെല്ലാം വെട്ടി വന്ന് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അതെല്ലാം ചെയ്തു, ഓക്കെയാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വീട്ടിലെ ഭക്ഷണങ്ങൾ വേണം അല്ലേ, ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഗ്യാസ് ഇല്ല, ഗ്യാസ് തീർന്നു. ഗ്യാസ് KYC അപ്ഡേറ്റ് ചെയ്യത്തില്ല, നമ്മളോട് ബുക്ക് ചെയ്യാനും പറ്റുന്നില്ല. എല്ലാം കൂടെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. നമ്മളിതുവരെ നമ്മുടെ ഈ ഒരു റേഷൻ കണ്ട നമ്മുടെ വീട്ടിലത് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമാണ്. അപ്പോൾ ചോറ് ഇങ്ങനെ വേകാനായി വരുന്നുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് എന്ത് ചെയ്യണം, കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കണ്ടോ, മീൻകറി ഇന്നലത്തെ നല്ല മീൻകറി ഉണ്ട്, അത് ഇത്തിരി ചൂടാക്കി വെച്ചാൽ മതി. മീൻകറി ഇരിപ്പുണ്ട്, ഉണ്ടൂസ് വെച്ചാണ്. പിന്നെ മീൻ പൊരിച്ച ഇരിപ്പുണ്ട്, നത്തൽ പൊരിച്ച, ഇന്നലത്തെ നത്തൽ പൊരിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ മോരുകറി ഇരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ നോക്കുമ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത്, കോവയ്ക്ക തോരൻ, കോവയ്ക്ക മെഴുക്കുവരട്ടി. തോരനല്ലല്ലോ, കോവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ അതാക്കാന്ന് ഞാൻ വിചാരിച്ചു. ചോറ് അടുപ്പ് വെച്ചിട്ട് വേകാനായി, ഏകദേശം വെന്തു തോന്നുന്നു കേട്ടോ. ഈ ഗ്യാസിൻ്റെ മുകളിലായതുകൊണ്ട് ഈ അടപ്പ് വെക്കുന്ന സമയത്ത് വല്ലാണ്ട് ഇതുണ്ടോ, അവിടെ ഇതിങ്ങനെ തിളച്ചിങ്ങോട്ട് വരും. അതുകൊണ്ട് ഞാൻ അടപ്പ് മെല്ലെ ഒഴിവാക്കുകയാണ്. ഇതിനെ ഇത് ഒറ്റയ്ക്ക് ചെയ്യൽ കുറച്ച് പണിയാണ് കേട്ടോ. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല. ആണുങ്ങൾ വിചാരിക്കും ഈ പെണ്ണുങ്ങൾ വീട്ടിൽ കുത്തിട്ട് തന്നെ കാണിക്കുന്നതായിരിക്കും, പക്ഷെ അങ്ങനെയല്ല, കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ചോറ് ഏകദേശം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം കേട്ടോ. ആരും ചിരിക്കരുത്, തെറി പറയരുത്. ഞാൻ മെഴുക്കുവരട്ടിയാണോ വേറെ എന്തിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ വലുതായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യുന്ന മനുഷ്യനൊന്നും അല്ല കേട്ടോ. ഉണ്ടൂസ് എന്നെ കൊണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും ചെയ്യിക്കില്ല. നമുക്ക് നോക്കാം, എന്താവും നോക്കാം. അപ്പോൾ ഗൈസ്, കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കഴുകി ക്ലിയറാക്കി വെച്ച് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഗൈസ്, കുറച്ച് സംഭവമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം കൂടെ ചതച്ച് അതും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല. അവൾ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തായാലും ഉണ്ടാക്കണ്ടേ, കഴിക്കണ്ടേ. ഇപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് മെഴുക്കുവരട്ടി. അവളുണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നത് ഇന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. പിന്നത്തെ പ്രശ്നം, ഇത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിന് മാത്രമേ ഈ പരിപാടി നടക്കുള്ളൂ കേട്ടോ. എണ്ണയൊക്കെ പിടിച്ച് ഒഴിക്കുന്നുണ്ട്, എന്താവും ദൈവം തമ്പുരാനറിയാം. എണ്ണ കൂടിപ്പോയോ എന്നൊരു സംശയം. കുറച്ചോനെ കടുക് അവിടെ കടുകും കാണുന്നില്ല, ആവശ്യത്തിനൊരു സാധനം കാണൂല. ഇവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കടുക്, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ പിന്നെ വന്നെടുക്കാം അല്ലേ. അപ്പോൾ തൽക്കാലം എണ്ണ തിളയ്ക്കുമ്പോഴേക്കും കുറച്ച് കടുക് പൊട്ടിച്ച്, ഇത്ര കടുക് ഇടണോ, ഇത്രയും കടുക് ഇട്ടാൽ പോരെ, മതിയായില്ലേ. കടുകിനൊക്കെ ഏതാ പൈസ. ആണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം കുറച്ചേ ഇടുള്ളൂ, കാരണം നമുക്കതിൻ്റെ വില അറിയാമല്ലോ. അതുകൊണ്ട് അപ്പോൾ അതവിടെ വെച്ചു. സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെക്കണം. നമ്മൾ കടുകൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇത് തീ കുറച്ച് വെക്കണോ, കുറച്ച് വെച്ചേക്കല്ലേ. ഇതൊക്കെ പൊട്ടുന്നുണ്ട്. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളി മുളകും എല്ലാം കൂടെ കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കൈ കിട്ടിയ ചട്ടുക അത് വെച്ചിട്ടൊന്ന് ക്ലിയർ ആക്കി വെക്കാം അല്ലേ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ദൈവം തന്നെ അറിയാം. അത് ലേസ് എല്ലാം പൊട്ടിച്ച് വരച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ലേസിൻ്റെ അപ്പാപ്പം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി ഉണ്ടല്ലോ. ഞാനൊരു അടുക്കള കയറിയപ്പോഴേക്ക് എത്ര പാത്രങ്ങളാണ് ഒരു സ്ഥലത്തേക്ക് വന്നതെന്നേക്ക്. അതങ്ങനെയല്ലേ, നമ്മൾ ആണുങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ എവിടെ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഗ്യാസ് തീർന്നുകൊണ്ട് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതി. നല്ല മഴ കേട്ടോ, രക്ഷയില്ലാത്ത മഴയാണ്. ഇന്നത്തെ മഴ മൊത്തം നനഞ്ഞു. ഒരു 12 മണി വരെ മഴ മൊത്തം നനഞ്ഞു. റബ്ബർ വെട്ടാൻ പോയിട്ട് പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നോരോന്നാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു. പിള്ളേരെയൊക്കെ എനിക്ക് കൂട്ടാൻ വേണ്ടി പോകണം. സമയം ഏകദേശം ആകാനായി. എല്ലാം കൂടെ കുടുക്കലാണ് മക്കളെ, കുടുക്കൽ. കൈസ്, നമ്മുടെ മെഴുക്ക് പുരട്ടി. മറ്റുള്ളവരെങ്ങനെയാണ് മെഴുക്ക് പുരട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെയൊക്കെ കരിച്ച് പറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കരിച്ചിട്ടൊന്നുമില്ല, എന്നാലും സംഭവം നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളുണ്ടാക്കുന്ന പോലെ ഒന്നുമില്ല, വേറെ ഒരു ടൈപ്പാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇനി കഴിച്ച് നോക്കാം. നമ്മൾ ചോറ് കഴിക്കാൻ പോകാം കേട്ടോ. കറി കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളൊന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം. ഓക്കെ, പിന്നെ
നത്തൽ പൊരിച്ചത്. അപ്പോൾ ഇത്രയും കറിയുള്ളപ്പോൾ ഞാൻ മീൻകറിൻ്റെ കൂട്ടത്തിൽ മോരെടുക്കലില്ല. അപ്പോൾ എന്തായാലും ഇത് കഴിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് ഇത്രയൊക്കെ ചെയ്യാനുള്ളൊരു വകുപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയുടെ ലെങ്ത് കുറച്ച്. നിങ്ങൾക്ക് സുഖമില്ല, നല്ല പെരുമഴയും ഫുള്ള് പ്രശ്നങ്ങൾ. അപ്പോൾ നാളെ തൊട്ട് ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ പോകുന്നുണ്ട്. അത് നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട വീഡിയോ ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവും, നമുക്ക് പോസ്റ്റ് ചെയ്യാം. വീടിൻ്റെ പണി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. 2-3 ദിവസം കൊണ്ട് എന്തായാലും തുടങ്ങും കേട്ടോ. മഴേൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാണാം. ചോറ് കഴിക്കട്ടെ. ബൈ.